സ്കാൻഡി ബ്ലീഡിംഗ് ഉള്ളവർ അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവർ, അതായത് 28 ഡേയ്സ് ആണ് നോർമൽ സൈക്കിൾ എന്ന് പറയുന്നത്, അതിൽ നിന്ന് 35, 40, 45 അങ്ങനെ പല ഡേയ്സിൽ മിക്സ് ചെയ്ത് വരുന്നവരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ബ്ലഡ് ഫ്ലോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് വേണ്ടത് ഇഞ്ചി, കറുവപ്പട്ട, തേനാണ്. അപ്പോൾ ഇഞ്ചി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അത് ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ തേൻ ചേർത്ത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ സെക്കൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഗോൾഡൻ മിൽക്കാണ്. 1 ഗ്ലാസ് വാം മിൽക്കിനകത്തേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ടേമറിക് പൗഡർ യൂസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കാലത്ത് ഇതൊക്കെ വെറുമായിട്ട് തന്നെയാണ് കുടിക്കേണ്ടത്. തേർഡ് ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഓഫ് ഫ്രഷ് അലോവേര ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഹണി ചേർത്തിട്ട് ഇതേപോലെ കാലത്ത് വെറുമായിട്ട് കഴിക്കാം. പിന്നെ ഫോർത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1 ബൗൾ ഓഫ് പപ്പായ. അത് നമ്മൾ റെഗുലർലി 2 വീക്സ് ബിഫോർ മെൻസ്ട്രൽ ഡേറ്റ് വരില്ലേ, നമ്മുടെ കറക്റ്റ് ഡേറ്റിൽ ഒരു 2 വീക്സ് ബിഫോർ നമ്മൾ കഴിച്ചു തുടങ്ങാം. ഇനി അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർ 1 ഗ്ലാസ് പപ്പായ ജ്യൂസിലേക്ക് കുറച്ച് ക്യാരറ്റ് ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുടിച്ചാൽ നല്ലതാണ്. ക്യാരറ്റിലുള്ള ബീറ്റാ കാരോട്ടിനും അതുപോലെ തന്നെ പപ്പായയിലുള്ള കാരോട്ടിനും നമുക്ക് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് ഈ ജ്യൂസ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഫിഫ്ത്ത് വണ്ണാണ് നമ്മുടെ എള്ള് വറുത്ത് പൊടിച്ചിട്ട് അത് 1 ടേബിൾ സ്പൂണും അതിലേക്ക് 1 സ്പൂൺ ശർക്കരയും ചേർത്തിട്ട് നമ്മൾ കാലത്ത് വൈകുന്നേരം ഈ 2 വീക്സ് ബിഫോർ കഴിക്കുന്നത് നമ്മുടെ ബ്ലഡ് ഫ്ലോ പ്രൊമോട്ട് ചെയ്യാൻ വളരെ നല്ലതാണ്.